കേരളത്തിൽ ഫിസിയോതെറാപ്പി പഠിക്കാനായിട്ടുള്ള സ്വാശ്രയ കോളേജുകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റ് പറയുകയാണെങ്കിൽ 11 കോളേജ് ഉണ്ട്. കേരളത്തിലെ ഫിസിയോതെറാപ്പി പഠിക്കാനായിട്ട് ഈ പറയുന്ന BPT ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പിയുടെ പ്രത്യേകത കൂടി പറഞ്ഞുതരാം. കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേരിൻ്റെ മുമ്പിൽ നമുക്ക് ഡോക്ടർ എന്നുള്ള പേരിടാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരുവിധം തട്ടിക്കൂട്ടി പേരിൻ്റെ മുമ്പിൽ ഒരു ഡോക്ടർ വേണം എന്നുള്ള സെറ്റപ്പാണോ ആഗ്രഹിക്കുന്നത്. അതും വലിയ പഠിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാശ്രയ കോളേജിൽ കാശ് കൊടുത്തിട്ടായാലും പഠിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അതിന് 11 കോളേജാണുള്ളത്. ഒന്നാമത്തെ കോളേജ് തിരുവനന്തപുരത്താണ്. ബദനി നവജീവൻ കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് നാലാഞ്ചിറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 50 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടാമത്തെ കോളേജ് എന്ന് പറയുന്നത് BCF കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി കോട്ടയത്താണ്. നമുക്ക് 50 സീറ്റുകൾ തന്നെയാണ് ഇവിടെയും നിലവിലുള്ളത്. മൂന്നാമത്തത് എറണാകുളം ജില്ലയിലാണ് മെഡിക്കൽ ട്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇത് എറണാകുളം ജില്ലയിൽ നമുക്ക് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറയും. ഇവിടെ 30 സീറ്റേ ഉള്ളൂ. നാലാമത്തത് കോഴിക്കോടാണ്. AWH കോളേജാണ്. അത് കല്ലായി, നമ്മൾ കല്ലായി എന്നുകൊണ്ട് പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ കല്ലായി കോഴിക്കോടാണ്. ഇവിടെ 50 സീറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അടുത്തത് കോഴിക്കോട് JDT ഇസ്ലാം കോളേജ്. ഇത് വെള്ളിമാടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയും നമുക്ക് 50 സീറ്റ് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമുക്ക് പെരിന്തൽമണ്ണയിൽ EMS മെമ്മോറിയൽ കോളേജ് ഉണ്ട്. ഇവിടെ 30 സീറ്റാണ് നിലവിൽ അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഏഴാമത് വരുന്നത് അഞ്ചരങ്ങാടി കണ്ണൂർ ജില്ലയിലാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കണ്ണൂരാണ്. ഇവിടെ 30 സീറ്റ് തന്നെയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എട്ടാമത് ലൂർദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്. ഇതും നമുക്ക് കണ്ണൂർ ജില്ലയിലാണ്. 40 സീറ്റാണ് ഇവിടെ നമുക്ക് സ്വാശ്രയ മേഖലയിൽ ഉള്ളത്. ഒമ്പതാമത്തെ കോട്ടയം ജില്ലയിലാണ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. 40 സീറ്റാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പത്താമത്തെ അങ്കമാലിയിലുള്ള ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ്. റോഡ് സൈഡിൽ നമുക്ക് കാണാം അല്ലേ? നമ്മൾ കാലടിയിലേക്ക് പോകുന്ന സമയത്ത് കാണാവുന്ന കോളേജാണ്. 30 സീറ്റാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ലാസ്റ്റ് KMCT കോളേജ് എന്ന് പറയുന്നത് മുക്കം, അതായത് നമ്മളുടെ കോഴിക്കോട് ജില്ലയിൽ 50 സീറ്റ്. ഇതാ ഈ 11 കോളേജുകളാണ് ഫിസിയോതെറാപ്പി ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സ് നിലവിൽ കേരളത്തിൽ ഉള്ളത്. ഞാൻ മുൻപ് പറഞ്ഞ പോലെ നമുക്ക് ഈ കോളേജുകളിൽ പഠിച്ചു ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ കോഴ്സ് നമുക്ക് ഒരു ആഡ് ഓൺ തരത്തിൽ പിന്നെയും നമുക്ക് കൂടുതൽ ആഡ് ഓൺ കോഴ്സുകൾ ഇതിൻ്റെ ഒപ്പം പഠിക്കാൻ പറ്റും. ഒരു കോഴ്സാണ് BAT ബോൺ അലൈൻമെന്റ് തെറാപ്പി എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയുള്ള പലതരത്തിലുള്ള കോഴ്സുകൾ ഇതിൻ്റെ ഒപ്പം പഠിച്ച് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു ഓൺട്രപ്രണർ ആവാനായിട്ട് പറ്റും. കാരണം ഒരു ക്ലിനിക്ക് ഉണ്ട്, നമ്മുടെ ക്ലിനിക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 വർക്കേഴ്സ് ഉണ്ട്, കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ മണിക്കൂറിന് 1000 രൂപ വെച്ച് നമുക്ക് ഫീസൊക്കെ വാങ്ങിച്ച് ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും രസകരമായിട്ട് ഒരു ഫാമിലി ലൈഫൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു ദിവസം 3 ക്ലിനിക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ലിനിക്കിൽ നിന്നും ഒരു 20,000 രൂപ കിട്ടാനെന്ന് വെച്ച് കഴിഞ്ഞാൽ 60,000 രൂപ കിട്ടിയില്ലേ? ഒരു ദിവസത്തെ കാര്യം പറയല് വേണ്ട, അത്രയും കാശ് കൊതിയനല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 20,000 രൂപ കിട്ടിയാലും 5 ദിവസം കൊണ്ട് 1 ലക്ഷം ഉണ്ടാക്കിക്കൂടെ? അപ്പോൾ അതാണ് ഈ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സിന്റെ പ്രത്യേകത. മനുഷ്യന്മാർക്ക് അറിയാലോ, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം കിടക്കുന്ന സമയത്ത് ജസ്റ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കഴുത്ത് കുലുക്കി. ആ ദിവസം ലീവ് എടുക്കേണ്ടി വന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ലീവ് എടുത്തതാണ്. കാരണം കഴുത്ത് അനക്കാൻ പറ്റുന്നു. ഫിസിയോതെറാപ്പിസ്റ്റിനെ പോയി കണ്ടു. ആള് ആ ഒരു കുറച്ച് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതുക്കെ ഞാൻ റെഡിയായി, കഴുത്തൊക്കെ ഇങ്ങനെ ആട്ടി, ഓക്കെ നോ പ്രോബ്ലം അങ്ങനെ പറഞ്ഞ് ഉച്ചയായപ്പോഴേക്കും എൻ്റെ സുഖം മാറി. അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നതും കുറച്ച് ഫാസ്റ്റാണ്. നല്ല ബെറ്റർ റിലീഫ് നമുക്ക് ഒരു പേഴ്സണ് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഫിസിയോതെറാപ്പിയുടെ ഒരു പ്രത്യേകത. ഈ ബ്ലഡ് സർക്കുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ഈവൻ എൻ്റെ വൈഫ് പ്രസവിച്ച് കിടക്കുമ്പോൾ പോസ്റ്റ് പാർട്ടം എന്നൊക്കെ പറയും അല്ലേ, ഡെലിവറിക്ക് ശേഷം അവർക്ക് ഫിസിയോതെറാപ്പി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ BPT കോഴ്സ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് ഗുണം ചെയ്യും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആവുക എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഓൾ ദി ബെസ്റ്റ്.